ഹായ്. പലപ്പോഴും പല ആൾക്കാരും ഒരുപാട് നിരാശയിലും പല കടബാധ്യതയിലൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. അതിനകത്തുനിന്ന് കരകയറാൻ അവരെ കൊണ്ട് പറ്റാറില്ല. അവർ പറയും എന്ത് ചെയ്യാനാണ്, ഒരു രക്ഷയുമില്ല, ആകെ തകർന്ന് മാനസികമായിട്ട് തകർന്നു പോകും. പക്ഷേ നമുക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി, കാർ ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മൾ സ്വന്തമായിട്ട് ഓടിച്ചുകൊണ്ട് പോയ കാർ ആക്സിഡൻ്റ് ഉണ്ടായി, കാർ മുഴുവനും തകർന്നു പോയി. പക്ഷെ നമ്മളിൽ ജീവനുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? ഈ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിന് ഒരുപാട് പേര് സഹായിക്കാറുണ്ട്. ഡോക്ടേഴ്സും ഹോസ്പിറ്റൽ ഫാക്കൽറ്റീസ് എല്ലാവരും സഹായിച്ച്, വീട്ടുകാരെല്ലാവരും സഹായിച്ച്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ സഹായം എവിടെയെല്ലാം വേണം അതെല്ലാം അവൈലബിൾ ആക്കിയാണ് റിക്കവറി കൊണ്ടുവരുന്നത്. ചില വ്യക്തികൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റിൽ ഒട്ടും റിക്കവറി ചെയ്യത്തില്ല. കാരണം ആരും എന്ത് ചെയ്താലും അതൊന്നും അംഗീകരിക്കുകയല്ലോ. ആരൊക്കെ എന്ത് ചെയ്താലും എനിക്ക് രക്ഷയില്ലെന്നും പറഞ്ഞാൽ അവരെല്ലാം വിട്ടവർ ആ അപകടത്തിൽ, നിസ്സാരമായിട്ടുള്ളൊരു അപകടമായിരിക്കും, പക്ഷേ അതിൽ തകർന്ന് മരിച്ചു പോകുന്നവരുണ്ട്. എന്താ കാരണം? ഈ പരസ്പരമുള്ള ബന്ധത്തിന് യാതൊരു സ്ഥാനം കൊടുക്കുന്നില്ല. ഡോക്ടേഴ്സ് എന്തൊക്കെ മരുന്ന് കൊടുത്തു, അവരെന്തെല്ലാം ചെയ്താലും അവർക്ക് റിക്കവറി പോസിബിൾ ആകത്തില്ല. കാരണം എന്താണ്? അവർ പരസ്പരം നല്ല സഹകരണമില്ലാത്ത മനുഷ്യരാണ്. നമ്മൾ എല്ലാ ഭാഗത്തും ആക്സിഡൻറ്റ് വരുമ്പോൾ മാത്രമല്ല, മാനസികമായിട്ടുള്ളൊരു ആക്സിഡൻറ്റ് വരുമ്പോൾ, നമ്മുടെ ചില തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകുമ്പോഴും, നമ്മൾ കുറേ നാൾ ചെയ്തിട്ടുള്ള ബിസിനസ്സൊക്കെ തകർന്നു പോകുമ്പോഴും, ഇതെല്ലാം ഒരു ചെറിയൊരു വണ്ടി ആക്സിഡൻ്റായിട്ട് കണ്ടാൽ മതി. ഇത് റിപ്പയർ ചെയ്ത് നമ്മളെ സജീവമാക്കാൻ സാധിക്കും. ഒരു സംശയം വേണ്ട. എന്താ വേണ്ടത്? സഹകരണം വേണം. കൂടുതൽ ആൾക്കാരുടെ സഹകരിച്ച് പോകുന്നവർ, ബിസിനസ് എത്ര ഉയർന്നാലും ചില ആൾക്കാർ ബിസിനസ് ഉയരുന്നവരും ആൾക്കാരുടെ സഹകരണം കുറച്ച് കളയും. അത് ഒറ്റപ്പെട്ട അഹങ്കാരിയാവും. ഞാൻ കാശുകാരനാണ്, ഞാൻ മറ്റേ സംഭവമാണ്, ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഇവൻ വീണ് കഴിഞ്ഞാൽ ഇവൻ്റെ വീഴ്ച ഒന്നൊന്നര വീഴ്ചയായിരിക്കും. എത്ര വീണാലും നമുക്ക് കയറി വരാൻ സാധിക്കണം. പിന്നെ വീഴാതിരിക്കാനുള്ള ഭാഗവും മനസ്സിലാക്കണം. കാരണം നമ്മളെ നിലനിർത്തുന്ന ഈ മഹത്വം, അതിലുണ്ട് വീഴാതിരിക്കാനുള്ള സംവിധാനം. ശ്രദ്ധിക്കണം. ബിസിനസ്സല്ല വളരേണ്ടത്, അവനവനാണ് വളരേണ്ടത്. വളർച്ച ഒരിക്കലും അസാധ്യമെന്ന് കരുതരുത്. ജീവിതം ഒന്നേ ഉള്ളൂ, നഷ്ടപ്പെടുത്തരുത്.